ചേച്ചി ഇന്നെന്താ വരാഞ്ഞെ? ആ നീയായിരുന്നു. എനിക്ക് വയ്യായിരുന്നു. എനിക്ക് പിന്നെ ഇന്ന് വരണ്ടെന്ന് കരുതി. എന്തുപറ്റി? അയാൾ അങ്ങനെയാണ് ചെയ്തതിന്റെയാണോ? അറിയാതെ പറ്റിപ്പോയതാ. അത് സാരമില്ല. ഇതിപ്പം ചേട്ടൻ മരിച്ചിട്ടിപ്പം 2-3 വർഷമായില്ലേ. അപ്പൊ അതിനുശേഷം ഇത് ഇങ്ങനെ ആദ്യമായിട്ടല്ലേ. അപ്പൊ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ, ശരീരമൊക്കെ വേദന, അത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ അങ്ങനെ വിചാരിച്ചല്ലോ, ചേച്ചി അങ്ങനെ അടുക്കള നിന്നപ്പം ഈ കണ്ടപ്പം പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയി. ആ അതൊന്നും സാരമില്ല. നിന്നെ കുറ്റം ചേച്ചി പറയാൻ പറ്റത്തില്ല. ഞാൻ ചേച്ചി അങ്ങനല്ലേ നിന്നത്. അല്ലടാ, ചേച്ചി അത് സാരമില്ല. ആ, നീ ഇനി നിനക്ക് അങ്ങനെ ചെയ്യാനല്ല എന്തായാലും ചെയ്ത്. അപ്പൊ ഇനി നിനക്ക് താല്പര്യം അങ്ങനെ വരുവാണെങ്കിൽ ഇന്നലത്തെ കണക്ക് ബലം പ്രയോഗിക്കാൻ നിൽക്കണ്ട. അങ്ങനെ പ്രയോഗിക്കുമ്പോഴാണ് എനിക്ക് ശരീരത്തിന് വയ്യാത്തത്. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞാൽ മതി. ഉം. ചേച്ചിക്ക് ഓക്കെ ആണോ? ഇനി ഓക്കെ ആണോന്ന് ചോദിച്ചിട്ട് എന്തായാലും എല്ലാം ചെയ്തില്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മലയാളം നീ ഒന്ന് സ്റ്റോറി ഹബ് ആലോചിച്ച് എന്ന നോക്ക്. ആ നമ്മുടെ ചാനല് സമയത്ത് നിന്റെ ഒന്ന് അമ്മയോ സബ്സ്ക്രൈബും കൂടെ അച്ഛനോ ചെയ്തേക്കണേ. ആരെങ്കിലും കേറി വന്നായിരുന്നെങ്കിലേ എന്റെ പണി പോയേനെ. നിനക്കും കിട്ടിയേനെ നല്ല. ഞാൻ അതൊന്നും ആലോചിച്ചില്ല. ചേച്ചി അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ, ഞാൻ ചേച്ചി ഇനി വീട്ടിലാണ് പറയുമെന്ന് പേടിച്ചായിരിക്കുമായിരുന്നു. ചേച്ചി എടാ, മുന്നിലൊന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങി പോയില്ലേ. അത് ഞാൻ പിന്നെ എന്ത് മിണ്ടാനാ. അത് സാരമില്ല. കാരണം പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൺകൊച്ചാ നീ. അപ്പൊ എനിക്കത് അറിയാം. ഈ പ്രായത്തിൽ തോന്നും. പിന്നെ ഞാനും അങ്ങനാണല്ലോ അവിടെ നിന്നത്. പിന്നെ ആദ്യം എനിക്ക് അത്ര ഇതായില്ലെങ്കിലും പിന്നെ ഞാൻ എൻജോയ് ചെയ്ത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നാളെ തൊട്ട് വരുമോ? വരും. നമുക്ക് ഞാൻ അന്നത്തിന് വകയതല്ലേ. വരും. ഞാൻ വിചാരിച്ച് ചേച്ചീനെ വീടുകളെ പറയുവോ അറിയിക്കുമോ. ഓ, ഞാൻ എന്തിനാടാ പറയുന്നേ. പക്ഷെ എന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. എനിക്ക് എന്തോ ചേച്ചി എടുത്ത് ആ ഒരു ഇത് തോന്നി. പക്ഷെ നിന്റെ പെർഫോമൻസ് കണ്ടാ തോന്നത്തില്ലല്ലോ നിന്റെ ഫസ്റ്റ് ആയിരുന്നു. ഇല്ല, ഞാൻ ചെറുതായിട്ട് വീഡിയോസ് ഒക്കെ കണ്ട് എനിക്കറിയാം. വീഡിയോസ് കണ്ട പരിചയം തോന്നുന്നില്ല എനിക്ക്. നിന്റെ പെർഫോമൻസാ, നിന്റെ വിരല് കൊണ്ട് ഇടലും നിന്റെ നാവ് കൊണ്ടുള്ളതൊക്കെ എനിക്ക് അനുഭവപ്പെട്ടപ്പോ എനിക്ക് മനസ്സിലായത് വീഡിയോ മാത്രമല്ല. ആണ് സത്യമായിട്ടും ഇതുവരെ കോളേജിലൊക്കെ പോയ സമയത്താണെങ്കിലും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. അത് ഫസ്റ്റ് ടൈം ചേച്ചി എടുത്തോ. പക്ഷെ ആ വെപ്രാളത്തെ എന്തൊക്കെ ചെയ്തതെന്ന് പോലും എനിക്ക് നേരത്തെ അറിയത്തില്ല. പിന്നെ നീ ഇന്നലെ എന്തോ ചെയ്തു? ഉം. നിനക്ക് ഓർമ്മയുണ്ടോ ഇന്നലെ നീ എന്തൊക്കെ ചെയ്തു? ആ സമയത്ത് എന്തോ നിൽക്കുന്നു, എന്തൊക്കെയാണ് ചെയ്ത്. എന്റെ നെഞ്ചും എന്റെ അടിവയറ് വരെ എനിക്ക് വേദന. പക്ഷേ ചേച്ചിയെ 45 വയസ്സൊന്നും കണ്ടാ തോന്നത്തില്ല അങ്ങനെ കാണുമ്പോ. അത്രയ്ക്ക് നല്ല ബോഡിയോടെ ഉണ്ടത്. അതുകൊണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല. ഞാനോടെയാണ് ആ, എങ്ങനോടെയാണ്. ഇപ്പൊ 2-3 വർഷമായില്ലേ നല്ലപോലെ ഒരു കളി കിട്ടിയിട്ട്. വീട്ടിൽ പോയതിന് ശേഷം പിന്നെ അന്ന് നിർത്തിയതല്ലേ ഉള്ളു. മറ്റന്നാ അമ്മയൊക്കെ വീട്ടിൽ കാണത്തില്ല. അവരെന്തോ അമ്പലത്തിലോ അവിടെ രാവിലെ പോകുന്നുണ്ട്. എന്നോട് പറഞ്ഞായിരുന്നു രാവിലെ പോകും. എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് പറ്റുമെങ്കിൽ തലേ ദിവസം രാത്രി വന്ന് കിടക്കണേന്ന് പറഞ്ഞു. കാരണം രാവിലെ പോകും എന്ന് ആ പറഞ്ഞേ പോകുന്നില്ലേ. അമ്പലത്തിൽ ഞാൻ പോകുന്നില്ല. അവര് വെളുപ്പിനെ എന്തോ കുടുംബസമ്പലത്തിലോ പറഞ്ഞിട്ട്. നീ പോവാത്ത നീയും കാണുന്ന എന്തൊക്കെ പറഞ്ഞു. ഞാൻ പോണോണ്ടിരിക്കുവായിരുന്നു. ഇതേപോലെ ചാൻസ് എനിക്ക് കിട്ടത്തില്ലല്ലോ. നീ എന്തോ ചാൻസ് ചേച്ചിക്ക് ഓക്കെ ആയില്ലയോ, പിന്നെ അവർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി. നിനക്ക് ഇന്നലെ കിട്ടിയത് പോരെ. ഇന്നലെ എന്തോരം മലയാളം സ്റ്റോറി ഹബ് എന്ന നമ്മുടെ കളിച്ചു. ചാനല് ഒന്ന് ഇത് സബ്സ്ക്രൈബും ആ കൂടെ ചെയ്തേക്കണേ. വെപ്രാളത്തിൽ എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പൈസ വേണോ എല്ലാം വേണമെങ്കിൽ ഫുള്ള് അതൊന്നും കുഴപ്പമില്ല. ആരും അറിയാതിരുന്നാ മതി. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല.
പിന്നെ നീയായിട്ട് ആരോടും പറയാണ്ട് ഒരു പ്രശ്നം ആക്കാണ്ടിരുന്നാ മതി. ഇല്ല, ഞാൻ പറയത്തുണ്ട്. നമ്മൾ മാത്രം അറിയത്തുള്ളൂ. ഉം. അപ്പം മറ്റന്നാ ചേച്ചിക്ക് ഓക്കെ ആണോ? മറ്റന്നാൾ നീ വാ. ഉം. ഓക്കെ ആണോ? എനിക്കെന്താ പ്രശ്നം?